കീഴാറ്റൂരും വയൽക്കിളികളും കേരളത്തിന് ഒട്ടും അപരിചിതമല്ല. കീഴാറ്റൂർ വയൽ സംരക്ഷണ സമരം CPM വിരുദ്ധമായി മാറിയതോടെ ഒരുപാട് സംരക്ഷകർ അവർക്കുണ്ടായി. ജീവൻ കൊടുത്തും സമരം സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായി. കേന്ദ്രഭരണം കയ്യിലുള്ള BJP സമരക്കാരെ ഏറ്റെടുത്തതോടെ വല്ലതും സംഭവിക്കുമെന്ന് കരുതിയത് വയൽക്കിളികൾ മാത്രമല്ല. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. വയലിലൂടെ തന്നെ ബൈപ്പാസ് എന്ന് വ്യക്തമാക്കിയുള്ള അന്തിമ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പരസ്യപ്പെടുത്തി. കേന്ദ്രത്തിന്റെ ഇരുട്ടടിയിൽ സംസ്ഥാന BJP നേതൃത്വം മൗനത്തിലാണ്. ഭൂമി ഏറ്റെടുത്ത് നൽകില്ലെന്ന് പിണറായി കേന്ദ്രത്തോട് പറയണമെന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത്. സമരം തുടരുമെന്ന് വയൽക്കിളികൾ പറയുന്നു. സർക്കാരിനെ ആക്രമിച്ചവർക്കുള്ള മറുപടിയാണ് കേന്ദ്ര തീരുമാനമെന്നായിരുന്നു മന്ത്രി G. സുധാകരൻ പറഞ്ഞത്. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വയൽക്കിളികളെ BJP പറഞ്ഞു പറ്റിച്ചോ? FB പോളിലൂടെ പ്രേക്ഷകർക്കും നിലപാട്, അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് MLA ശ്രീ TV രാജേഷ്, വയൽക്കിളി സമര നേതാവ് കീഴാറ്റൂർ സുരേഷ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സജീവൻ, BJPയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ സജീവൻ എന്നിവരാണ് ഈ ചർച്ചയിലേക്ക് സംബന്ധിച്ചതും വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ വന്ന പുതിയ വിവരമനുസരിച്ച് BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ ഈ ചർച്ചയിൽ ഉണ്ടാവില്ല. കോഴിക്കോട് നിന്ന് ശ്രീ സജീവൻ മാത്രമേ ഉണ്ടാകൂ. അദ്ദേഹം മറ്റു ചില അസൗകര്യങ്ങൾ പറഞ്ഞു എന്നാണ്. പക്ഷേ ചർച്ചയിലേക്ക് പോകുമ്പോൾ ആ യാഥാർത്ഥ്യം പ്രേക്ഷകരുമായി പങ്കുവെക്കാതിരിക്കാനുമാവില്ല. വളരെ പ്രധാനപ്പെട്ട നിലയിൽ കേരളം ചർച്ച ചെയ്തൊരു പ്രശ്നത്തിൽ പുതിയ സാഹചര്യത്തിൽ അതിലെ നിലപാട് വിശദീകരിക്കാൻ BJP നേതാക്കൾ തയ്യാറാകുന്നില്ല എന്ന ഒരു സാഹചര്യം പൊതുവിലുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. BJP പൊതുവിലൊരു പ്രതികരണം ഇക്കാര്യത്തിൽ നടത്തിയിട്ടുമില്ല. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ചർച്ചയിലേക്ക് എത്താം എന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രൈം ഡിബേറ്റിൽ ഇപ്പോൾ ഉള്ളത് TV രാജേഷ് MLA, സുരേഷ് കീഴാറ്റൂർ, A. സജീവൻ എന്നിവരാണ്. വയൽക്കിളി നേതാവ് സുരേഷിലേക്ക് ആദ്യം. സുരേഷ്, ഈ അന്തിമ വിജ്ഞാപനം സ്വാഭാവികമായും നിങ്ങളെ സംബന്ധിച്ച് വലിയ നിരാശ സൃഷ്ടിക്കുന്നതായിരിക്കുമല്ലോ. പ്രത്യേകിച്ചൊരു വലിയ പ്രത്യാശ ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രിയുമായി നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കൊക്കെ ശേഷം നിങ്ങൾക്കുണ്ടായിരുന്നതല്ലേ? ആ നിങ്ങളുടെ പ്രതീക്ഷകളെ, ധാരണകളെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു അന്തിമ വിജ്ഞാപനമാണോ ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത്? ആ നിരാശ മറച്ചുവെക്കാതെ പങ്കുവെക്കാനാകുമോ സുരേഷിന്? തീർച്ചയായും സനീഷ, എൻ്റെ നിരാശയല്ല. നമ്മുടെയൊക്കെ നാടിനെ വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഞങ്ങളൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ആ ഞങ്ങളുടെ ആശകളെയും അതിനപ്പുറത്തുള്ള വലിയ ആഗ്രഹങ്ങളെയും എല്ലാ തരത്തിലും അട്ടിമറിക്കുന്ന രൂപത്തിലാണ് ഈ വിഷയം കടന്നു വന്നിരിക്കുന്നത്. അതിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പങ്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല എന്നത് തന്നെയാണ് എന്നെ ഏറ്റവും വലിയ നിരാശപ്പെടുത്തുന്നത്. തീർച്ചയായും അത് മനസ്സിലാക്കുന്നുണ്ട്. ആ നിരാശയാണ് ഈ സമരത്തിലേക്ക് ഇങ്ങനെ പോകാൻ സുരേഷിനെയും ഒപ്പമുള്ളവരെയും പ്രേരിപ്പിച്ചത്. അത് തന്നെയാണല്ലോ ആ സമരം എന്ന് പറയുന്നതും. പക്ഷേ അത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലെ പുതിയ അവസ്ഥയെക്കുറിച്ചുള്ള നിരാശ എന്താണ്? കേന്ദ്രത്തിലൊരു പ്രതീക്ഷ നല്ല നിലയ്ക്കുണ്ടായിരുന്നോ? കേരളത്തിലെ BJP നേതാക്കൾ നൽകിയ പിന്തുണ ആ പ്രതീക്ഷകളെ വർദ്ധിപ്പിച്ചോ? ഇപ്പോൾ അന്തിമ വിജ്ഞാപനം വരുന്നതോടുകൂടി ആ പ്രതീക്ഷകളാണോ ഇല്ലാതാവുന്നത്? ഈ ചോദ്യം വളരെ പ്രസക്തമായ, തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത് CPIM-ഉം BJP-യും തമ്മിൽ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന പ്രസ്ഥാനങ്ങളാണ്. അതിൻ്റെ ആശയവൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ വലിയ തോതിലാണ്, പ്രത്യയശാസ്ത്രപരമായ ഭിന്നത വലിയ തോതിലാണ്. പക്ഷേ കോർപ്പറേറ്റ് വികസനത്തിൽ CPIM ഭരിക്കുമ്പോൾ ഒരൈക്യം കാണുന്നു എന്നത് തന്നെയാണ് വയൽക്കിളികളുടെ സമരത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞങ്ങൾ കാണുന്നത്. ഇത് വയൽക്കിളി സമരത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ അപ്പുറത്ത് കണ്ടങ്കാളി സമരമുണ്ട്. കണ്ടങ്കാളിയിൽ 10-75 ഏക്കർ നെൽവയലാണ് പെട്രോളിയം വികസനത്തിന് പേര് നികത്തുന്നത്. ലോകത്തെ എമ്പാടും പെട്രോളിയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത്. വികസനം എന്ന് പറഞ്ഞ ഒരു തരം ഭീകരവാദമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭീകരവാദം മോഡി ഗവൺമെൻറ്റാണ് നടപ്പാക്കുന്നത്. ആ നടപ്പാക്കുന്നതിൻ്റെ ഒരു പടി നമ്മുടെ ഗവൺമെൻറ്റും ഇടതുപക്ഷവും അതേ ലൈനിലേക്ക് പോകുന്നുവെന്ന ദുരവസ്ഥയാണ് കാണുന്നത്. കാരണം
ഞങ്ങളൊക്കെ വയൽക്കിളി സമരം തുടങ്ങുമ്പോഴൊന്നും ഈ കേരളത്തിൽ വലിയ പ്രളയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. 2ാം നിലയും 3ാം നിലയും 4ാം നിലയിലൊക്കെ കേരള ജനത കയറി ഇറങ്ങിയതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്തായിരുന്നോ? പുഴ ഇല്ലാതാവുകയും അല്ലെങ്കിൽ പുഴ നികത്തപ്പെടുകയും വയൽ നികത്തപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഈ പ്രളയത്തിന് ശേഷമെങ്കിലും ഈ ഒരു തിരിച്ചറിവ് സംസ്ഥാനത്തിനായാലും കേന്ദ്രത്തിനായാലും ഇല്ല എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംഘപരിവാറിൻ്റെ ഗവൺമെൻറ് ആണെന്ന് നോക്കാം. പക്ഷെ സംസ്ഥാനമോ? തളിപ്പറമ്പ് പട്ടണത്തിൽ ആകെ അവശേഷിക്കുന്ന 4.5 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ആകെ അവശേഷിക്കുന്ന ഒരു വയൽ, ഒരു നഗരത്തിൻ്റെ വളർച്ചയിൽ നമ്മൾ തീർച്ചയായും സംരക്ഷിക്കപ്പെടേണ്ട വയൽ, ആ വയൽ ഇല്ലാതാക്കാൻ നമ്മുടെ സഖാക്കളും പാർട്ടിയും, രാജേഷിന് അറിയാലോ, രാജേഷ് ഞങ്ങളുടെ നാട്ടുകാരനാണ്, രാജേഷ് എന്ന് പറയാനുണ്ട് പറയട്ടെ, എന്നിട്ട് ഞാൻ പറയും. റൈറ്റ്. ഏതായാലും രാജേഷിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ തന്നെ ടെലിഫോൺ ലൈനിൽ ശ്രീ ജെയിംസ് മാത്യു കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം ഫോണിൽ ഇക്കാര്യത്തിൽ ഈ അന്തിമ വിജ്ഞാപനം വന്ന സാഹചര്യത്തിൽ സംസാരിക്കാം എന്ന് അറിയിച്ച സാഹചര്യമുണ്ട്. ടി വി രാജേഷിലേക്ക് വരും മുമ്പ് തന്നെ ജെയിംസ് മാത്യു, അതിൻ്റെ രാഷ്ട്രീയം ഞങ്ങളിവിടെ ചർച്ച ചെയ്തു പോകാം. അന്ന് ഈ വിഷയമുണ്ടാകുമ്പോൾ ഈ നിലയിലേ ഇതിന് പോകാനാകൂ എന്ന നിലപാടോടുകൂടി അതിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിച്ച സ്ഥലം MLA ആണ് ജെയിംസ് മാത്യു. അതിന് മറ്റ് പല നിലകളിലുള്ള രാഷ്ട്രീയ വിമർശകർ അന്നൊക്കെ ചർച്ചകളുണ്ടായി, ഞാൻ ഓർത്തെടുക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ അന്തിമ വിജ്ഞാപനം വരുമ്പോൾ നിങ്ങളെന്ന ചർച്ചകളിൽ എടുത്ത അല്ലെങ്കിൽ വിശദീകരിച്ച് സമർത്ഥിക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത്. ഈ അന്തിമ വിജ്ഞാപനത്തിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അത് വരൂ എന്ന് തന്നെയാണോ പറയാൻ തോന്നുന്നത് കേന്ദ്ര സർക്കാർ ആ അന്തിമ വിജ്ഞാപനം പരസ്യപ്പെടുത്തിയ സാഹചര്യത്തിൽ? യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉപരിതല ഗതാഗത വകുപ്പും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും ഇപ്പോ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിനോട് എടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കണക്കിലെടുത്താലും കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ കണക്കിലെടുത്താലും ഇനിയും ഇവരുടെ നിലപാടിൽ മാറ്റം വന്നുകൂടാ എന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, നല്ലത്. പക്ഷെ സുരേഷിനെ പോലെ, എന്റെ നാട്ടുകാരനായ സുരേഷിനെ പോലുള്ള ആളുകൾക്കും കോൺഗ്രസിന്റെ ആളുകൾക്കും അതുപോലെ തന്നെ വിവിധ സംഘടനകളുണ്ട്, ഞാൻ എല്ലാ സംഘടനകളുടെയും ഒന്നും പേര് പറയുന്നില്ല, 2 വർഷം വേണ്ടി വന്നു. എന്തിനാണ് BJP ഇതിൽ ഇടപെടുന്നത്, എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ്, എങ്ങനെയാണ് അവരിത് കൈകാര്യം ചെയ്യുന്നത് എന്ന് ബോധ്യമാവാൻ യഥാർത്ഥത്തിൽ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞങ്ങളെല്ലാം 2.25 വർഷമായിട്ട് ഈ വിഷയം സംബന്ധിച്ച് ഒരേ നിലപാട്, ഒരേ കാര്യം, അത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മറുഭാഗത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണാം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മന്ത്രിമാരുണ്ട്, നിതിൻ ഗഡ്കരിയെ പോലെയുള്ള ആളുകൾ ഇവരെ അവിടെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയെ പോലെ, കുമ്മനം രാജശേഖരനെ പോലെ നിരവധി BJPയുടെ നേതാക്കന്മാർ ഇവിടെ വന്ന് ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ഇതിന് പുറത്ത് ഇടപെട്ട ആളുകളെ വേർതിരിച്ച് കാണുകയാണ്. അത് ശാസ്ത്ര സാഹിത്യ പരിഷത്തുണ്ട്, നക്സലൈറ്റുകളുണ്ട്, പരിസ്ഥിതിവാദികളുണ്ട്, CPIയുടെ നേതാക്കന്മാർ പോലും അവിടെ പോയി ഇടപെട്ടല്ലോ. ഞാൻ അതിനെ കാണുന്നത് അവര് അവരുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ വ്യത്യസ്തമാണ് BJPക്ക് പറഞ്ഞ കാര്യം നടപ്പാക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്, അതിന് അവസരമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ പറഞ്ഞ ഒരു വിഭാഗത്തിലും അവിടെ പോയി അവരുടെ നിലപാട് വിശദീകരിച്ചതുകൊണ്ട് അത് നടപ്പാക്കാൻ അവരുടെ കയ്യിൽ മറ്റൊന്നുമില്ല, അധികാരമില്ല. അതുകൊണ്ട് ഈ അവസരത്തിൽ അവരെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് അധികപ്പറ്റാണ്. പക്ഷെ സുരേഷും വയൽക്കിളികളും ഈ അധികാരവും അവകാശവുമുള്ള BJPയെ കണ്ണടച്ച് വിശ്വസിച്ച് ഇക്കണ്ട കാലം അത്രയും CPM-നോടൊപ്പം നിന്ന് ഒരു ജനതയെ ആ BJPയുടെ പാളയത്തിലേക്ക് കൊണ്ടുപോയി ആക്കിയതിന് എന്ത് ന്യായീകരണമാണ് അവർക്കിപ്പോ പറയാനുള്ളത്? യഥാർത്ഥത്തിൽ BJP പോലെ ഒരു പാർട്ടി കേന്ദ്രം ഭരിച്ചു അല്ലെങ്കിൽ ഭരിക്കാൻ ഇപ്പോൾ അവർ അവസരം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ അങ്ങ് പാടെ വിശ്വസിക്കുന്ന ഒരു നില സ്വീകരിച്ചതിന് കൊടുക്കേണ്ടി വന്ന വില എന്താണ്? ഇനി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വയലിന്റെ വിഷയമാണെങ്കിൽ ഞാനിപ്പോ പറയുന്നില്ല. അത് വേറെ ചർച്ചയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ഇവിടെ ടി വി രാജേഷും ആ ചർച്ചയിലുണ്ട്. ശ്രീ ജെയിംസ് മാത്യു, ഒന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രം ഒന്ന് ലൈനിൽ അല്പസമയം കൂടി തുടരുക. എന്ത് ന്യായീകരണമാണുള്ളത് എന്ന ജെയിംസ് മാത്യുവിൻ്റെ ആ ചോദ്യത്തിന് ഒരു മറുപടി സുരേഷ് പറയേണ്ടതുണ്ട്. ഞാൻ കടുത്ത ഭാഷാപ്രയോഗമാണെങ്കിലും ജെയിംസ് മാത്യുവിനെ പോലെയുള്ള ഒരു കച്ചവടക്കാരനല്ല, ഞാനൊരു ഗ്രാമീണനാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തിനകത്ത് ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ജെയിംസ് മാത്യുവിനെ പോലുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ട് തന്നെയാണ് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം നിങ്ങൾക്ക് ആര് വന്നാലും ശരി,
ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്നത് വളരെ പൊട്ടന്മാരുടെ ഒരു സംഘടനയൊന്നും അല്ലല്ലോ. അവർ പറഞ്ഞതെന്താണ്, ഇതിൽ ബദൽ മാർഗങ്ങൾ ഇവിടെയുണ്ട്, നാഷണൽ ഹൈവേയിലായാലും മറ്റിടങ്ങളിലായാലും ഉണ്ട്. പക്ഷെ വയലിൽ കൂടി പോകുമ്പോൾ 4.5 കിലോമീറ്റർ നീളമുള്ള വയലിൽ കൂടി റോഡ് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വയൽ എന്ന് പറയുന്നത് 100-200 അടി പട്ടണത്തിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ വയൽ മാത്രമല്ലല്ലോ പോകുന്നത്, ആ വയലിന്റെ സമീപമുള്ള കുന്നുകളെല്ലാം പോകുന്നുണ്ട്. 4.5 കിലോമീറ്റർ അത് ശരിയാണ്. നിങ്ങളുടെ ആ വാദം മുഖവിലേക്ക് എടുത്ത് തന്നെ പോകാം. അതൊരു പുതിയ വാദവുമല്ല, അതിന്റേതായ നിലനിൽപ്പുണ്ട്. അത് ശരി തെറ്റെന്തുമാവട്ടെ. പക്ഷേ ഇവിടെ പുതിയ ചർച്ചയുടെ പുതിയ പ്രശ്നം എന്താണ് സുരേഷ്? ഒന്ന് കേൾക്കൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ആ വാദവുമായി നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് ഒപ്പം ചേർന്ന് ഇപ്പോൾ തിരുത്തിക്കളയാം എന്ന നിലയിൽ ഒപ്പം ചേർന്നത്? ഇപ്പോൾ ഈ രൂപത്തിൽ കാര്യങ്ങൾ മാറുമ്പോൾ അതിന് എന്ത് ന്യായീകരണമുണ്ട് എന്ന് ജെയിംസ് മാത്യുവിന്റെ ചോദ്യത്തിന് ഒരു മറുപടി ഇന്ന് പറയാൻ സുരേഷ് നിർബന്ധിതനല്ലേ? തീർച്ചയായും ഞാൻ പറഞ്ഞുതരാം. തീർച്ചയായും ആ ചോദ്യമാണെങ്കിൽ അതിന് മറുപടിയുണ്ട്. തീർച്ചയായും അതിന് മറുപടിയുണ്ട്. ഞങ്ങൾ BJPക്കാരൊത്ത് ഒരു സമരവും വയൽക്കിളി സമരം ചെയ്തിട്ടില്ല. BJP സമരം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സമരം ഇതുവരെ BJPക്കാരൊത്ത് ചെയ്തിട്ടില്ല. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ വയൽക്കിളികൾ നടത്തിയ സമരത്തിന്റെ മൊത്തം ക്രൈം ഫയൽ നിങ്ങൾക്ക് പരിശോധിക്കാം. കീഴാറ്റൂരിനകത്തുള്ള CPIMന്റെ പഴയ അനുഭാവികളായ, ഇപ്പോഴും അനുഭാവികളായി തുടരുന്ന പാർട്ടി പ്രവർത്തകരല്ലാതെ ഏതെങ്കിലും ഒരു BJPക്കാരൻ ആ കേസിൽ പ്രതിയായിട്ടുണ്ടോ? അപ്പോൾ ഈ സമരം നടത്തിയത് വയൽക്കിളികളാണ്. ഞാൻ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഞാൻ നിന്ന് പറയാം, ജെയിംസ് മാത്യു പറയുന്ന ന്യായത്തെ പറയാം. കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ ഈ ഓർഡിനൻസ് ഇടുന്നത്, ഓർഡിനൻസ് അല്ല ഈ നോട്ടിഫിക്കേഷൻ ഇടുന്നത്. ഞങ്ങൾ നാളെയും സമരത്തിൽ ഇറങ്ങാൻ പോവുകയാണ്, നിങ്ങൾ തടയാൻ വരുമോ? BJP കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ രൂപത്തിൽ ഞങ്ങളെ ആകെ തള്ളിക്കൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷൻ ഇട്ടത്. ഞങ്ങൾ നാളെയും സമരരംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്, നിങ്ങൾ പന്തൽ കത്തിക്കാൻ വരുമോ? നിങ്ങൾ ഞങ്ങളെ തടയാൻ വരുമോ? എന്താണ് ജെയിംസ് മാത്യുവിന് പറയാനുള്ളത്? ശരി, അതൊന്ന് പറയട്ടെ. അതുകൂടി ചേർത്തുകൊണ്ട് ശ്രീ ജെയിംസ് മാത്യു നമുക്ക് അവസാനിപ്പിക്കാം. താങ്കളുടെ ഒരു മറുപടി വേണം. സത്യത്തില് സുരേഷിനിപ്പോ ചാനലിൽ വന്നിരുന്ന് എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാം, എന്നെ അധിക്ഷേപിക്കാം, അതിനൊന്നും തെറ്റില്ല. പക്ഷെ ഈ കേരളം മുഴുവൻ കണ്ട ഒരു കാഴ്ചയും സുരേഷിനെ വിശ്വസിച്ച് കൂടെ നിന്ന ആളുകളും BJPയുടെ പാളയത്തിലേക്ക് പോയപ്പോഴാണ് വയൽ സംരക്ഷണ സമിതി, സുരേഷിന് നന്നായിട്ട് അറിയാമല്ലോ, വന്ന് വൈകുന്നേരം യോഗം ചേർന്നു. എന്നിട്ട് ഒരു കാരണവശാലും ഒരു ഇഞ്ച് നീ ഇതേപോലെ മുന്നോട്ട് പോകാൻ പറ്റില്ല അവർ തീരുമാനിച്ചു. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല, അഭിപ്രായം. അദ്ദേഹം പറയുന്നത് ജെയിംസ് മാത്യു BJP പോയാലും സുരേഷ് BJP പോവില്ല. പക്ഷെ ഈ തോന്നല് സുരേഷിനും കൂടെയുള്ള ആളുകൾക്കും നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഇത്തരം ഒരു അപമാനകരമായ ഒരാളാണ് അയാൾ. ഇപ്പോൾ എന്താ പറയാ, പ്രളയത്തിന് ശേഷം എന്തെങ്കിലും പറയാനുണ്ടോ? പറയട്ടെ, അദ്ദേഹം കൂടി ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. സുരേഷിന്റെ പൂർണ്ണമാക്കാൻ വിടൂ. ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സുരേഷിനോടൊപ്പം നിന്ന കുറെ ആളുകളും ആത്മാർത്ഥത കൊണ്ടോ അവരുടെ സത്യസന്ധത കൊണ്ടോ എവിടെയാണോ ഒരു അഭയമായി കണ്ടത് അതെത്ര നിരർത്ഥകമായിരുന്നു എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഞങ്ങൾ അന്ന് പറഞ്ഞു, നിങ്ങൾ ആത്മാർത്ഥമായാലും നിങ്ങൾ എത്രമേൽ സത്യസന്ധമായാലും നിങ്ങൾ പോയി അഭയം പ്രാപിക്കുന്നത് തെറ്റായ ഒരിടത്താണ്. ആ ഇടം നിങ്ങൾ തിരിച്ചറിയണം. ഇതാണ് എന്റെ പാർട്ടി ജില്ലാ സെക്രട്ടറി അവരുടെ വീട്ടിൽ പോയി പറഞ്ഞല്ലോ. പക്ഷെ ഇതൊന്നും സുരേഷിന് മനസ്സിലാവില്ല. അത് മനസ്സിലാവണം കുറച്ചു കാലം കൂടി കഴിയും. നമുക്ക് യാതൊരു ക്ഷമകേടും ഇല്ല. കുറച്ചും കൂടി, ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും. അത്രേ ഉള്ളൂ. എനിക്ക് അതിൽ കൂടുതലൊന്നും ഇതിനെ കുറിച്ച് പറയാനില്ല. ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജെയിംസ് മാത്യു ചിരിച്ച് പക്വതയോടെ കാര്യം പറഞ്ഞാലൊന്നും കാര്യമാവില്ല. ജെയിംസ് മാത്യു, താങ്കളെയും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ശ്രീ ജെയിംസ് മാത്യു, സ്ഥലം എം എൽ എയോടുള്ള രോഷമാണ് സുരേഷ് ആവർത്തിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് യഥാർത്ഥത്തിൽ വളരെ മുമ്പ്, അതായത് സിംഹാസനത്തിൽ നിൽക്കുകയാണ്. കീഴാറ്റൂരിലെ വയലുകൾ കീഴാറ്റൂരിനകത്തെ വയലുകൾ മുഴുവൻ നികത്തി. ഇത് സുരേഷ് കീഴാറ്റൂരിന്റെ പ്രശ്നമല്ല. കീഴാറ്റൂര് 40കൾ മുകളിൽ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ്. ഞാൻ ആരെയും വാദിച്ച് തോൽപ്പിക്കാൻ വേണ്ടി
നമുക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ കാണാൻ കഴിയണം. ഏതൊരു മനുഷ്യനായാലും ഞാൻ പറയുന്നത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങളെ കാണാൻ സാധിക്കണം. 2.25 വർഷം മുമ്പ് ഈ വിഷയം ആദ്യമായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി 2 ചാനൽ പ്രവർത്തകരാണ്. ആ 2 ചാനൽ പ്രവർത്തകർ സുരേഷിനെ പോലെയുള്ള ആള് എവിടെയായിരുന്നെന്നും എങ്ങനെയാണെന്നും ഞാൻ ഇനി അതേ നിലവാരത്തിൽ പറയാൻ എന്നെ കൊണ്ട് സാധ്യത ഞാൻ പ്രതീക്ഷിക്കണ്ട. സുരേഷിനെ കുറിച്ച് അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നേയില്ല. ഒറ്റ കാര്യമുള്ളൂ, യാഥാർത്ഥ്യ ബോധമില്ലാത്ത സ്വപ്നജീവികൾക്കല്ലാതെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, യാഥാർത്ഥ്യ ബോധമില്ലാത്ത സ്വപ്നജീവികൾക്കല്ലാതെ ഇത്തരം അബദ്ധം ഉണ്ടാവില്ല. അത്തരം അബദ്ധത്തിന് ഒരു പ്രദേശത്തെ ആളുകളെ മുഴുവൻ നയിച്ചതിന്റെ കുറ്റബോധം മാത്രമല്ല, കാലവും ചരിത്രവും സുരേഷിനെ പോലെയുള്ള ആളുകളെ വിഡ്ഢികൾ എന്നല്ലാതെ വേറൊന്നും വിശേഷിപ്പിക്കില്ല. പക്ഷേ അവരെ വിഡ്ഢികളാക്കുമ്പോൾ ശ്രീ ജെയിംസ് മാത്യു ഒരു കാര്യം കൂടി ചോദിക്കാതെ തരമില്ലാത്തതുകൊണ്ടാണ്, സുരേഷ് പറഞ്ഞതിൽ നിന്ന് വന്ന ഒരു കാര്യം, അവർ വിഡ്ഢികളാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ CPM-ഉം സർക്കാരും എടുത്ത അതേ നിലപാട് തന്നെയാണ് ഇക്കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനുമുള്ളത് എന്ന ഒരു തിരിച്ചറിവ് പകർന്നു നൽകാനും അവർക്കായിട്ടുണ്ട്. പരിസ്ഥിതി വിരുദ്ധമായ ഒരു വികസന സമീപനത്തിൽ ഈ 2 സർക്കാരുകൾക്കും ഒരേ സമീപനം തന്നെയാണ് എന്ന് സമർത്ഥിക്കാൻ കൂടി കഴിഞ്ഞു എന്നാണ് സുരേഷ് പറഞ്ഞതിലുള്ളത്. ഓക്കെ, ഞാൻ ഇതിനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. കഴിഞ്ഞ ഈ കീഴാറ്റൂർ വിഷയം ഉണ്ടായ അന്നു മുതൽ ഞാൻ എല്ലാ ചാനലുകളിലും ചർച്ചയ്ക്ക് പോയപ്പോൾ കേൾക്കേണ്ടി വന്ന വാദഗതികൾ ഇത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഇത് തന്നെയായിരുന്നു. സമയപരിമിതി കൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. പക്ഷെ വളരെ ചുരുക്കി ഞാൻ പറയാം, വളരെ ചുരുക്കി പറയാണ്, ഞങ്ങളെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണം പാർട്ടിയുടെ തന്നെ ഭരണഘടനയിൽ ഞങ്ങൾ അംഗീകരിച്ച പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച കാര്യമാണ്. ഈ സർക്കാർ അതിനുവേണ്ടി നിലകൊള്ളുകയാണ്. ഹരിത കേരള പദ്ധതി അതിന്റെ ഭാഗമാണ്. 2008 മുതൽ തണ്ണീർത്തട വയൽ നികത്തൽ നിരോധന നിയമം കൊണ്ടുവന്ന് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത പ്രവർത്തിക്കുന്ന പാർട്ടി ഈ പാർട്ടിയാണ്, ഈ സർക്കാരാണ്. മനസ്സിലാകാത്തതുകൊണ്ടല്ലോ. പക്ഷേ വികസന ആവശ്യങ്ങൾ വരുമ്പോ സ്വാഭാവികമായിട്ട് 4000-ലധികം ആളുകൾ റോഡിൽ മരണപ്പെടുന്നു, 16,000 ആളുകൾ ഗുരുതരമായ പരിക്കുകളോടെ വയലെന്ന് പറയുന്ന സുരേഷിനെ പോലെയുള്ള ആളുകളെ തീർച്ചയായിട്ടും ഒരു നാടിന് സഹിക്കാൻ സാധിക്കുന്നതിന് അപ്പുറമാണ്. ഈ സുരേഷ് പറയുന്ന 1.5 കിലോമീറ്റർ ദൂരം ഒഴിച്ച് കേരളത്തിലെ വയൽ നിരത്തുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ആ കരയിലേക്ക് നിങ്ങൾ ഇന്ന് വരെ ഇറങ്ങി വന്നിട്ടില്ല. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എനിക്ക് ഇതിനെക്കുറിച്ച് ഇതിൽ കൂടുതൽ പറയാനൊന്നും. ശരി ശ്രീ ജെയിംസ് മാത്യു, ഏതായാലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴാണ് ഒരു മുഖാമുഖ ചർച്ചയ്ക്ക് നിൽക്കുന്നത്? ഞാൻ പറയാം, തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ KKN പരിയാരം, സഖാവ് പാച്ചേനി, സഖാവ് MP ഗോവിന്ദ മാഷ്, സഖാവ് CKP പത്മനാഭൻ, ഇവരൊക്കെ ഈ മണ്ഡലത്തെ അറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? നിങ്ങൾ അഭിനയിക്കുകയാണ്, നിങ്ങൾ നടപ്പാക്കുന്നത് ജനവിരുദ്ധ നയങ്ങളാണ്. ഏതായാലും ഞാൻ ആ ബാറ്റൺ ജെയിംസ് മാത്യുവിൽ നിന്ന് ശ്രീ TV രാജേഷിലേക്ക് കൈമാറുകയാണ്. ശ്രീ സജീവൻ, ഞാൻ വേഗം വരാം. ഈ തർക്കം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഈ സാഹചര്യത്തിൽ ശ്രീ TV രാജേഷ് വളരെ വികാരപരമായി തന്നെ ഒരു സമരം നയിക്കുന്നതിൻ്റെ ആ ഘട്ടത്തിൽ ഒരു വലിയ തിരിച്ചടി നേരിട്ട ഘട്ടത്തിലാണ് സുരേഷ് സംസാരിക്കുന്നത്. സ്ഥലം MLA-യോടുള്ള കടുത്ത രോഷമാണ് ജെയിംസ് മാത്യുവിനോട് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അത് ഒരു ഘട്ടത്തിൽ പരിധി വിട്ടുപോകുന്നതിൽ പോലും കാര്യങ്ങൾ എത്തുന്നത് താങ്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അവർ പറയുന്നത് നാളെയും ഞങ്ങൾ ഈ സമരം ചെയ്യും. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എതിരായാലും സംസ്ഥാന സർക്കാർ എതിരായാലും ഞങ്ങൾ സമരം ചെയ്യും, പന്തൽ പൊളിക്കാൻ, തീ വെക്കാൻ നിങ്ങൾ എത്തുമോ എന്ന നിലയിൽ ചോദിച്ചുകൊണ്ട് നാളെയും അവിടെ ആ സമരം പ്രതീക്ഷിക്കാം. TV രാജേഷ്, ഇവിടെ സുരേഷ് പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കൂടുതൽ അവകാശനാകുന്നത് സുരേഷ് തന്നെയാണ്. ഇപ്പോൾ MP ഗോവിന്ദ മാഷും CKP പത്മനാഭനും ജെയിംസ് മാത്യുവും CPI-യും ഒരേ നിലപാടാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ജെയിംസ് മാത്യുവിനെ അടർത്തി മാറ്റി ജെയിംസ് മാത്യു എന്തോ കുറ്റം ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള സുരേഷിൻ്റെ ശ്രമങ്ങളെല്ലാം അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം തള്ളിക്കളഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, അവിടെ അലൈൻമെൻറ്റ് 3 അലൈൻമെൻറ്റിൽ എന്തുകൊണ്ട് ഈ അലൈൻമെൻറ്റ് സ്വീകരിച്ചു ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് കോർപ്പറേറ്റ് അജണ്ടയാണെന്ന് സുരേഷ് പറയുന്നു. എന്താ ഇത് കോർപ്പറേറ്റ് അജണ്ട? നാഷണൽ ഹൈവേ വരണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിൽ 52% റോഡ് വികസിച്ചത്. വാഹനങ്ങളുടെ എണ്ണം 829% വർദ്ധിച്ചു. 1980-ൽ 2 ലക്ഷം വാഹനങ്ങളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. അത് 2010 ആകുമ്പോൾ 65 ലക്ഷമായി. അത് 2018 ആകുമ്പോൾ 1,10,00,000.
നമ്മുടെ കേരളത്തിൽ റോഡുകൾ അപകടത്തിൽ നോക്കിയാൽ ഇന്ത്യയിൽ ആകെ അപകടത്തിൻ്റെ 10%, റോഡ് അപകടങ്ങളിൽ മരണമടയുന്നവരുടെ 10% നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിൽ റോഡ് വികസനമെന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാകാത്തൊരു കാര്യമാണ്. അതിന് നമുക്ക് ചിലയിടത്ത് ബൈപ്പാസ് റോഡുകൾ നിർമ്മിച്ചേ മതിയാവുകയുള്ളൂ. ഇത് ആദ്യത്തെ ഒരു ബൈപ്പാസ് അല്ല. തീർച്ചയായും അതിലൊന്നും തർക്കമില്ല. അപ്പോൾ ഇവിടെ തർക്കം ഇപ്പോൾ സുരേഷ് ശരിക്കും പറഞ്ഞാൽ എന്താ അവിടെ ചെയ്തത്? സുരേഷ് പറഞ്ഞു ഞങ്ങൾ BJP-യുമായി വേദി പങ്കിട്ടിട്ടില്ല. BJP-യുടെ സ്റ്റേജിൽ പോയിട്ട് സംസാരിച്ച ആളല്ലേ സുരേഷ്? ആ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കുറച്ച് പേരെയെങ്കിലും BJP-യുടെ സമരത്തിൽ കൊണ്ടുപോയി കൊടുത്ത ആളല്ലേ സുരേഷ്? BJP ഒരിക്കൽ കെണി അറിയാത്ത ആളാണോ സുരേഷ്? എന്തായിരുന്നു BJP-യുടെ ലക്ഷ്യം? ഇതൊരു സിംഗൂറാക്കി മാറ്റാനാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു കലാപുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന BJP-ക്ക് ഒരവസരമുണ്ടാക്കി കൊടുക്കാൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ആളാണ് യഥാർത്ഥത്തിൽ സുരേഷ് എന്ന് പറഞ്ഞത്. അണ്ട് ഈ വൈകിയ വേളകളിൽ സുരേഷെ BJP-യുടെ ഈ വഞ്ചന തിരിച്ചറി, തനിക്ക് പറ്റിയ തെറ്റ് ജനങ്ങളോട് ഏറ്റു പറയാൻ നിങ്ങൾ തയ്യാറാകണം. ഇപ്പോൾ നിങ്ങൾ വാശി പിടിക്കരുത്. ഈ വാശി കൊണ്ട് യാതൊരു കാര്യമില്ല. സുരേഷ് യഥാർത്ഥത്തിലെടുത്ത നിലപാട് നാട്ടിലെ ജനങ്ങൾ പോലും തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വാശി ഉപേക്ഷിച്ച് യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങളെ മനസ്സിലാക്കി തനിക്ക് പറ്റിയ തെറ്റ് ഉൾക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അത് ഏറ്റു പറയാനാണ് സുരേഷ് തയ്യാറാകേണ്ടത്. BJP-ക്ക് ആളെ കൂട്ടിക്കൊടുക്കുന്ന പണിയാണ് സുരേഷ് ചെയ്തതെന്നാണ് TV രാജേഷ് നിങ്ങൾ പറഞ്ഞ വെല്ലുവിളിക്കുള്ള മറുപടിയായി പറഞ്ഞത്. ഒന്ന്, P ജയരാജൻ പറഞ്ഞതും ഇന്നിപ്പോൾ TV രാജേഷും പറഞ്ഞത് തെറ്റ് തിരുത്തി പാർട്ടിയിലേക്കടക്കം ഇപ്പോഴും അനുഭാവികളാണെന്ന് പറയുന്നത് നിങ്ങൾ മടങ്ങി വരണം, യാഥാർത്ഥ്യം മനസ്സിലാവണം, പിടിവാശി ഉപേക്ഷിക്കണം. മനസ്സിലായി സുരേഷ്? ഇല്ല, തീർച്ചയായും രാജേഷ് എൻ്റെ ഒരു അനിയനെ പോലെയാണ്. എനിക്ക് അതിലൊന്നും ഒരു പരാതിയില്ല. ഞങ്ങളുടെ തൊട്ടടുത്ത മണ്ഡലത്തിലാണ്, നല്ലവണ്ണം പ്രവർത്തിക്കുന്ന ഒരു MLA ആണ്. പക്ഷെ ഞാൻ രാജേഷിനോട് വളരെ ഭംഗിയായി ചോദിക്കട്ടെ, വയൽക്കിളികൾ ഒരു പാർട്ടി സംഘടനയല്ല രാജേഷ്. ആറന്മുള സമരസമിതി ഒരു പാർട്ടി സംഘടനയല്ല. ആറന്മുള സമരസമിതിയിൽ BJP-യുടെ എത്ര നേതാക്കൾ ആ സമരവേദിയിൽ വന്നുവെന്ന് രാജേഷിന് ഞാൻ എത്ര വേണമെങ്കിലും ചിത്രങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ആ വാർത്താ ആങ്കർക്കോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ സജീവേട്ടനോ ഒക്കെ അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഒരു നാടിൻ്റെ ജനകീയ പ്രശ്നം ഉയർത്തി വെക്കുമ്പോൾ ഒരുപാട് ആളുകൾ പിന്തുണക്കാൻ അവരുടെ വിവിധ താല്പര്യങ്ങൾ ഉയർത്തി വെച്ച് വരും. പക്ഷെ ഞാൻ രാജേഷിനോട് ഒരേ ഒരു ചോദ്യം ചോദിക്കണം. വയൽക്കിളികളിൽപ്പെട്ട ഞങ്ങൾ BJP ആണെന്ന് രാജേഷിന് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഉണ്ടെങ്കിൽ രാജേഷ് ഇവിടെ പറയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കിടക്കാം. അത് ചോദിക്കാം. പക്ഷേ നിങ്ങൾ BJP ആവാതിരിക്കുകയും BJP-ക്ക് ആളെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ജോലി ഇതിന്റെ പേരിൽ ചെയ്തു കൊടുത്തോ എന്ന ചോദ്യം തിരിച്ചുണ്ടല്ലോ. സുരേഷ്, PK കർഷക മാർച്ചിന്റെ സ്റ്റേജിൽ ആരാ അവിടെ അവസരം ഒരുക്കി കൊടുത്തത്? ആ കർഷക മാർച്ചിന്റെ സ്റ്റേജിൽ കയറിയിട്ട് അവരോടൊപ്പം ചേർന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ആരാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്? BJP-യുടെ വേദി. ആ പാർട്ടി ഗ്രാമത്തിൽ അതിനുള്ള വേദി ഒരുക്കിയത് സുരേഷും കൂട്ടരുമാണെന്നാണോ? സുരേഷല്ലേ ആ വേദി കയറിയിട്ട് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ നേതൃത്വം കൊടുത്തത്? അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളെ, വയോധികയായ ഒരു സ്ത്രീയെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ വേദിയിൽ കയറ്റി BJP-ക്ക് വേണ്ടിയിട്ട് പ്രതിജ്ഞ ചൊല്ലിക്കൊടുപ്പിക്കാൻ പ്രേരിപ്പിച്ചതാരാ? നേതൃത്വം കൊടുത്തതാരാ? ഞാൻ ചോദിക്കട്ടെ, BJP-യുടെ സിംഗൂരിൽ MP-യെ കൊണ്ടുവന്നില്ലേ നിങ്ങൾ? BJP-യുടെ നേതാക്കന്മാരെ ഇവിടെ കൊണ്ടുവന്നില്ലേ? UDF നേതാക്കന്മാരെ കൊണ്ടുവന്നില്ലേ? അന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ ഇതൊരു ട്രാപ്പാണെന്ന്? ആ ട്രാപ്പ് നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായോ? അപ്പോൾ ആ ട്രാപ്പിൽ യഥാർത്ഥത്തിൽ അവിടുത്തെ കുറേ ആളുകളെയെങ്കിലും ആ ട്രാപ്പിൽ പെടുത്തിന് ഉത്തരവാദിത്വം നിങ്ങൾക്ക് തലയുരാൻ പറ്റില്ല സുരേഷ്. നിങ്ങൾ ചെയ്തത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കേരളത്തിൽ BJP-യുടെ വലിയ കലാപ നീക്കത്തിന് വഴിയൊരുക്കുക എന്നുള്ള ഏറ്റവും വലിയ പാതകമാണ് നിങ്ങൾ ചെയ്തത്. ആ വൈകിയ വേളയെങ്കിലും അത് ഏറ്റു പറഞ്ഞിട്ട് ജനങ്ങളോട് മാപ്പ് പറയൂ. നിങ്ങൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സുരേഷ് ഒരു മറുപടിക്കൊരു അവസരം തരണേ. മറുപടിക്കൊരു അവസരം തരണം. പ്രിയപ്പെട്ട രാജേഷ്, ഞങ്ങളുടെ ഗ്രാമത്തിലെ 3 ബ്രാഞ്ചുകളിൽപ്പെട്ട ഭൂരിപക്ഷ സഖാക്കൾ വയൽക്കിളി എന്ന സംഘടനയും രൂപീകരിച്ച് നിരാഹാരത്തിൽ നിരാഹാരം കിടക്കുന്നതിന് 15 ദിവസം മുമ്പേ പോസ്റ്ററുകളും പ്രചരണവും നടത്തി ആ സമരപ്പന്തലിൽ മാന്യമായി ഒന്ന് തിരിഞ്ഞു നോക്കാൻ സഖാക്കൾക്ക് ബാധ്യതയുണ്ടാവും. എന്താണ് സഖാവെ ഇവിടെ ഒരു പ്രശ്നം എന്നന്വേഷിക്കേണ്ട ഒരു ബാധ്യത പഴയകാല സഖാക്കളാണെങ്കിൽ ഉണ്ടാകും. അല്ലെങ്കിലും ചിലപ്പോൾ ചില സഖാക്കളെങ്കിലും ചെയ്യുമായിരുന്നു. പോട്ട് നിരാഹാരം കിടക്കുന്ന ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ബദൽ പരിപാടി വെച്ച് ഞങ്ങളോട് ആക്രോശിക്കുകയല്ലേ ചെയ്തത് രാജേഷ്? ഒരു നാടിന്റെ ജനകീയ വികാരം ഞങ്ങൾ തെറ്റിദ്ധാരണ മൂലം തന്നെയാണ്. കാരണം ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? നെൽവയൽ മൂടരുത് എന്ന ലളിതമായ നാടിന്റെ ഭാവിപരമായ കാര്യം പറഞ്ഞതാണ് ഞങ്ങളുടെ തെറ്റ്.
കുന്നിടിക്കരുത് എന്ന് പറഞ്ഞതാണ് ഞങ്ങൾ തെറ്റ്. ശരി, അത് തെറ്റ് തന്നെ എന്ന് നിങ്ങളുടെ വാദത്തിന് വേണ്ടി ഞങ്ങൾ സമ്മതിച്ചാലും അത് പാടില്ല എന്ന് പറഞ്ഞ് നിരാഹാരം കിടക്കുമെന്ന് 15 ദിവസം മുമ്പേ മുന്നറിയിപ്പ് നൽകി നാട് നീളെ പ്രചരണം നടത്തിയപ്പോൾ സഖാവേ നമുക്കൊന്ന് സംസാരിക്കാം, എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാൻ ഉള്ള ബോധ്യമില്ലാതെ സഖാക്കളുള്ള നാട്ടിൽ ധാർഷ്ട്യം കൊണ്ട് ഇതിനെ നേരിടാമെന്നാണ് നിങ്ങൾ കരുതിയെങ്കിൽ കാലം മാറി. രാജേഷ് ചെറുപ്പമാണ്, രാജേഷിനേക്കാൾ വലിയ ബുദ്ധിയില്ല. ഇന്ന വഴിയിലൂടെ അലൈൻമെന്റ് പോകണമെന്ന് ഞങ്ങൾ വാശി മാത്രമല്ല സുരേഷ് ഒരു കാര്യം മനസ്സിലാക്കണം, നിരവധി തവണ കലക്ടർ സാന്നിധ്യത്തിൽ ചർച്ച നടന്നിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി ജയരാജൻ ഇതിന്റെ പിന്നിലുള്ള BJPയുടെ അജണ്ട പല പല തവണ നിങ്ങളെ ബോധ്യപ്പെടുത്തതാണ്. പക്ഷെ നാടിന് വേണ്ടിയിട്ടായിരുന്നു, നിങ്ങളുടെ വ്യക്തിപരമായ അജണ്ടയായിരുന്നു ഇതിന്റെ പിന്നിൽ. ആ അജണ്ട അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ 60 പേരിൽ 4 പേരൊഴികെ ബാക്കി എല്ലാവരും ആ സമ്മതപത്രം നൽകാൻ തയ്യാറായത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ. എല്ലാ ഘട്ടങ്ങളിലും അവിടെ സമവായത്തിന്റെ സമന്വയത്തിന്റെ ഒരു നിലപാടാണ് അവിടെ CPM സ്വീകരിച്ചത്. സുരേഷിന്റെ പരാതി നിരാഹാര സമരകാലത്ത് പോലും 15 ദിവസം മുൻപ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇത് രാജേഷിന് അറിയാൻ ഒരു പാർട്ടി ഗ്രാമം അടങ്ങുന്ന പാർട്ടിക്കാർ മാത്രമുള്ള ഒരു പ്രദേശത്ത് എൻ്റെ ഒരു സാമാന്യ ചോദ്യം മാത്രമാണ്. ഇപ്പോൾ കളക്ടറേറ്റിൽ നടക്കുന്ന ചർച്ചയെക്കുറിച്ചല്ലോ നമ്മൾ കണ്ണൂരിന്റെ കീഴാറ്റൂർ പോലൊരു പ്രദേശത്ത് 15 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് അവരങ്ങനെ ഒരു പ്രതിഷേധ സമരത്തിൽ നിൽക്കുമ്പോൾ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ തെറ്റിദ്ധാരണ തിരുത്തി കൊണ്ടുവരുന്നതിന് പകരം ആക്രോശിച്ചു എന്നാണ് സുരേഷ് പറഞ്ഞത്. എന്റെ ശരി തെറ്റല്ല ഞാൻ പറയുന്നത്. ശരത്തെ, യഥാർത്ഥത്തിൽ അവിടെ CPM സ്വീകരിച്ച നിലപാട് അങ്ങേയറ്റം സംയമനത്തിന്റെയും അതോടൊപ്പം തന്നെ വളരെ സാവകാശത്തിലും ആണ് CPM നിലപാട് സ്വീകരിച്ചത്. സുരേഷ് പറയുന്നത് ഞാൻ പറയട്ടെ എത്രയോ തവണ അവിടെ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. സുരേഷിന് ജില്ലാതലത്തിലും NHAയുടെ ഉദ്യോഗസ്ഥന്മാരായിട്ടും തിരുവനന്തപുരത്ത് മന്ത്രിതലത്തിലും ചർച്ച ചെയ്യാൻ ഒരുപാട് അവസരം ഒരുക്കിയിട്ടുണ്ട്. അവിടെ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. പക്ഷെ അവിടെ എന്താ പ്രശ്നം? സുരേഷ് പറയുന്ന അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ വീടുകൾ പോകും, പരിസ്ഥിതിക്ക് പരമാവധി ദോഷകരമല്ലാത്ത വിധത്തിലും ജനങ്ങളുടെ സ്വത്തിന് നഷ്ടം വരാത്ത വിധത്തിലുമുള്ള ഒരു അലൈൻമെന്റാണ് അവിടെ ഫിക്സ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പോലും നമുക്കറിയാലോ, നിയമസഭയിൽ ഞങ്ങളുടെ സഹപ്രവർത്തകനായ സഖാവ് ജെയിംസ് മാത്യു ഉന്നയിച്ച സബ്മിഷൻ ഉണ്ട്. അതിലെന്താണ്? എലിവേറ്റഡ് പാതയാണ് ഓൾട്ടർനേറ്റീവ് എങ്കിൽ ആ എലിവേറ്റഡ് പാതയ്ക്ക് വേണ്ടി കേന്ദ്രത്തിന് കത്തയക്കണമെന്നാണ്. അങ്ങനെ കത്തയക്കാൻ മന്ത്രി G. സുധാകരൻ തയ്യാറായി, സംസ്ഥാന സർക്കാർ തയ്യാറായി. എന്നിട്ടും ആ കാര്യം ഓൺ ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? BJPയുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? ഇതൊക്കെ നമുക്കറിയാം. അതറിയാത്ത ആളല്ല സുരേഷ്. എന്നിട്ടും സുരേഷ് BJPക്ക് അവിടെ വഴിയൊരുക്കാൻ രാജേഷ് ആ കേസിൽ ഉറച്ചു നിൽക്കുകയാണ്. സുരേഷ് ഞാൻ വരാം. ദയവായി എന്നോട് ക്ഷമിക്കണം ശ്രീ സജീവൻ, ഈ തർക്കം മറ്റൊരു രൂപത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് കാര്യമായി പോകേണ്ടി വന്നത്. ഒറ്റ കാര്യം കൂടി ശരത്തിനോട് പറയാം. ഇപ്പൊ കേരളത്തിൽ ഇവിടെ മാത്രമല്ലോ ബൈപ്പാസ് വരുന്നത്. ഇപ്പോൾ ബൈപ്പാസ് ഇപ്പോൾ തലശ്ശേരി ബൈപ്പാസ് ഉണ്ടാക്കുന്നുണ്ട്, ആലുവ ബൈപ്പാസ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ കൊല്ലം ബൈപ്പാസിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ശരത്തിന് നാട് കുട്ടനാട് പിന്നെ ചങ്ങനാശ്ശേരി ബൈപ്പാസ് ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഞാൻ നോക്കും 42ഓളം ബൈപ്പാസ് ഉണ്ട്. ഈ 42 ബൈപ്പാസുകൾ കുന്നിടിക്കാതെ അല്ലെങ്കിൽ ഒരു കുറച്ചെങ്കിലും വയൽ നികത്താതെ ഏതെങ്കിലും ഒരു ബൈപ്പാസ് ഉണ്ടോ? എന്തിനാണ് ഈ പിടിവാശി? റോഡ് വേണ്ടത് CPM-ന് മാത്രമല്ല, ഇത് കോർപ്പറേറ്റ് അജണ്ടയൊന്നുമല്ല. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം റോഡ് നമുക്ക് ആവശ്യമാണ്, അത് എല്ലാ പാർട്ടിക്കാർക്കും ആവശ്യമാണ്. അല്ല ഇതൊക്കെ കോർപ്പറേറ്റ് വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയെങ്കിലും ആളുകളുടെ മുന്നിൽ അവകാശനാകാൻ. അതാണ് എനിക്ക് സുരേഷോട് പറയാനുള്ളത്. ഞാൻ വരാം. ഇടയ്ക്കൊരു സാങ്കേതിക തടസ്സം കൂടി അവിടെ വന്നതുകൊണ്ടാണ്. സുരേഷ് ഏതായാലും കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ താങ്കളിലേക്ക് തന്നെയാണ് വരുന്നത്. അതിനു മുമ്പ് ശ്രീ സജീവൻ, ഈ തർക്കം ഈ രൂപത്തിൽ നിൽക്കുക, അതിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഈ അന്തിമ വിജ്ഞാപനം ഇപ്പോൾ നേരത്തെ എന്തായിരുന്നോ അതുതന്നെ എന്ന മട്ടിൽ പ്രസിദ്ധപ്പെടുത്തി. ഈ സമരം രൂക്ഷമായ ഘട്ടത്തിൽ കേരളത്തിലെ BJP നേതൃത്വം ശക്തമായി അതിൽ ഇടപെടുകയും അതിലൊരു മാറ്റം കേന്ദ്രത്തെ കൊണ്ട് വരുത്തിക്കാൻ പോകുന്നു എന്ന ശക്തമായ ഒരു പ്രതീതി വരുത്തുകയും ഡൽഹിയിൽ കൂടിക്കാഴ്ചകൾ നടക്കുകയും ഒക്കെ ചെയ്തു. അല്ല, പരിസ്ഥിതിക്ക് അവരുടെ എന്താന്ന് വെച്ചാൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് ടീം അവിടെ വന്നു. അവിടെ വന്നപ്പോൾ അവിടെ വന്ന് പരിശോധിച്ചതിന് ശേഷം ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ 3D നോട്ടിഫിക്കേഷൻ വന്നത്. ഇതേ റൂട്ടിൽ തന്നെയാണ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി അപ്രൂവൽ ചെയ്ത റൂട്ടാണിത്. ഇത് BJPയുടെ നാടകമാണ്. അല്ലെങ്കിൽ എലിവേറ്റഡ് പാത മതിയല്ലോ. ഇത് അറിയാത്ത ആളല്ലല്ലോ. എലിവേറ്റഡ് പാതയല്ലേ പരിഷത്ത് പറഞ്ഞത്, ജെയിംസ് മാത്യു നിയമസഭയിൽ പറഞ്ഞത് എലിവേറ്റഡ് പാതയല്ലേ. സംസ്ഥാന
സംസ്ഥാന സർക്കാർ കത്തയച്ചത് എലിവേറ്റഡ് പാടയ്ക്ക് വേണ്ടിയിട്ടല്ലേ? ആ ഘട്ടത്തിലെങ്കിലും ഈ നിലപാട് സ്വീകരിക്കാൻ സുരേഷ് തയ്യാറായില്ല. അവിടെ BJP-യോടൊപ്പം നിൽക്കുകയായിരുന്നു സുരേഷ് ചെയ്തത്. അപ്പൊ സുരേഷിന്റെ നിലപാടിന് ഏറ്റ തിരിച്ചടിയാണ്. സുരേഷ് ഇത് മനസ്സിലാക്കണം. ഈ വൈകിയ വേളയിലെങ്കിലും ഇവിടെ ശ്രീ സജീവൻ, ഈ പ്രശ്നം എത്തിപ്പെട്ട പുതിയ സാഹചര്യം അത് വളരെ രസാവഹമാണ്. സമരവുമായി തന്നെ മുന്നോട്ട് പോകും, ആര് പിന്തുണച്ചാലും ഇല്ലെങ്കിലും എന്ന് വയൽക്കിളികൾ പറയുന്നത്. അതാണ് സുരേഷ് ആവർത്തിച്ചത്. ഇത് ഏത് നിലയിലാണ് മനസ്സിലാക്കുന്നത് ശ്രീ സജീവൻ, ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം പരിശോധിക്കുമ്പോൾ? അല്ലേ, അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കേന്ദ്രത്തിന്റെ തീരുമാനവും മറ്റുമാണ്. ഈ ദേശീയപാത അതോറിറ്റിയുടെ അവസാനത്തെ നിലപാടെന്ന് പറയുന്നത് ഇതേ കാര്യം തന്നെ നടപ്പാക്കാൻ, ഇതേ അലൈൻമെന്റ് തന്നെയാണ് നടപ്പാക്കാൻ പോകുന്നത് പറയുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇതിനിടയിൽ ഇപ്പോഴത്തെ ഈ ചർച്ച, ഇത്രയും നേരം നമ്മൾ കേട്ട ചർച്ചയിൽ തന്നെയാണ് ഇതിന്റെ പ്രശ്നമുള്ളത്. ഇതിന്റെ പ്രശ്നം മുഴുവൻ ആരാണോ വിമർശന വിധേയരാകേണ്ടത് അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് വിമർശിക്കേണ്ട ആളുകളാണ് പരസ്പരം തല്ലുകൂടുന്നത്. ഇതാണ് പ്രശ്നം. തുടക്കത്തിലെ ഈ കീഴാറ്റൂർ പ്രശ്നമെന്ന് പറയുന്നത് അത് സംസ്ഥാന സർക്കാർ ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട പ്രശ്നമേ ആയിരുന്നില്ല. ഈ സുരേഷ് ഉൾപ്പെടെയുള്ള ഈ വയൽക്കിളികൾ സമരം ചെയ്യേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ ആയിരുന്നില്ല. സമരം അവരെ ഈ കോസ് ഇത് പറഞ്ഞാൽ പോലും അവരുടെ സമരം സംസ്ഥാന സർക്കാരിനെതിരായി തീർന്നു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതേപോലെ തന്നെ ഈ ജെയിംസ് മാത്യുവും രാജേഷും ഉൾപ്പെടെയുള്ള ആളുകൾ, സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ ആളുകളും CPM-ഉം എല്ലാം അവരുടെ ബദ്ധശത്രുക്കളായി കണ്ടത് ഈ വയൽക്കിളികളെയാണ്. ഇങ്ങനെ പോകുന്നു, അത് ഇപ്പോഴും അതേപടി നിൽക്കുന്നു. ഇവിടെയാണ് BJP-യുടെ വിജയം. BJP ഇത് തുടക്കം മുതൽ തന്നെ ദേശീയപാത അതോറിറ്റി ഉണ്ടാക്കിയ അലൈൻമെന്റ്, അതിന് അവർ അലൈൻമെന്റ് ഉണ്ടാക്കി കൊടുത്താൽ സംസ്ഥാന സർക്കാരിന്റെ പരിപാടി എന്ന് പറയുന്നത് അതിനു വേണ്ട ആ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കേണ്ട ചുമതല സർക്കാരിന്. അത് അന്നേ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് മാത്രമേ ഞങ്ങളല്ല ഇത് തീരുമാനിച്ചത് എന്ന് പറഞ്ഞ് ഒപ്പമുള്ള സഖാക്കളെ കൂടെ നിർത്തേണ്ടതിന് പകരം അന്ന് അവർ വിരുദ്ധരായി കണ്ടുള്ള കാര്യം സത്യമാണ്. എന്തെല്ലാം ന്യായീകരണങ്ങൾ ജെയിംസ് മാത്യുവും രാജേഷും പറഞ്ഞാലും അതൊരു വല്ലാത്ത രീതിയിൽ ഏറ്റുമുട്ടലിന്റെ രീതിയിലേക്ക് പോയിരുന്നു. അതാണ് വയൽക്കിളികളെ പ്രകോപിപ്പിച്ചൊരു കാര്യം. അവർ BJP-യുടെ പാളയത്തിലാണെന്ന് ഇപ്പോൾ നേരത്തെ ജെയിംസ് മാത്യു ഒക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല സുരേഷ് ഉൾപ്പെടെയുള്ള അവിടുത്തെ സഖാക്കൾ ഒരിക്കൽ പോലും ഈ BJPക്ക് വേണ്ടി എന്തെങ്കിലും വിടുപണി ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേ സമയത്ത് BJP അവരെ തന്ത്രപൂർവ്വം കയ്യിലെടുത്ത് അമ്മാനമാടി എന്നുള്ള കാര്യം ശരിയാണ്. അവർ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഒരുമിച്ച് സമരം ചെയ്തു. പക്ഷേ ഈ BJP വരുത്തി തീർത്ത പ്രശ്നത്തിൽ അതിനെതിരെ നടക്കുന്ന സമരം BJPക്കാർ പോകുന്നു. സുരേഷ് ഗോപി വരുന്നു, കുമ്മൻ രാജശേഖരൻ വരുന്നു, സകല ആളുകളും വന്നിട്ട് അവരിതെല്ലാം കൂടി നോക്കുന്നു. മാത്രമല്ല ഇത് നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് മുമ്പാകെ വെച്ചിരുന്ന ചർച്ചയിൽ സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായിട്ടും അവഗണിച്ച് ഒരു കള്ള പരിപാടി പോലെ പോയിട്ട് അവിടെ നിന്ന് ചർച്ച നടത്തുന്നു. എല്ലാം പരിഗണിക്കാമെന്ന രീതിയിലൊരു ഉറപ്പും വാങ്ങിപ്പോരുന്നു. അത് വിശ്വസിക്കുന്നു. അതാണ് തെറ്റ്. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രശ്നവും. ഈ അലൈൻമെന്റിന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ് ജെയിംസ് മാത്യു പറഞ്ഞതും അല്ലെങ്കിൽ രാജേഷ് പറഞ്ഞതൊക്കെ ശരിയാണ്. അവിടെ തീർച്ചയായിട്ടും ഒരു എലിവേറ്റഡ് പാതയാണ് ഒരു ബദൽ സംവിധാനമായിട്ട് പറഞ്ഞു. പക്ഷേ അത് വലിയ ചെലവ് കൂടുന്നൊരു കാര്യമാണ്. അതൊരിക്കൽ പോലും ദേശീയപാത അതോറിറ്റി സമ്മതിക്കില്ല എന്ന് അവർ വളരെ കൃത്യമായി പറഞ്ഞതാണ്. അവിടെ എലിവേറ്റഡ് പാത നടക്കില്ല എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. അത് വലിയ ചെലവ് കൂടിയ കാര്യമായതുകൊണ്ട് അതിനേക്കാൾ ചെലവ് കുറഞ്ഞൊരു കാര്യം എന്ന നിലയിൽ ഇത് ഏറ്റെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ ഈ തരത്തിൽ കണ്ടുകൊണ്ട് പരസ്പരം അവിടെയുള്ളൊരു വലിയൊരു പാർട്ടി ഗ്രാമത്തെ പൂർണ്ണമായിട്ട് ശിഥിലമാക്കുന്ന രീതിയിലേക്ക് പോകുന്നൊരവസ്ഥയിൽ പരസ്പരം തല്ലുകൂടുന്ന ഒന്നിലേക്ക് പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴാണ് പക്ഷേ BJP ഒരു വലിയ വെട്ടിൽ വീണത്. അവര് ഇതെല്ലാം കൂടി ഞങ്ങൾ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം വരുന്നത്. സജീവൻ താങ്കൾ പറഞ്ഞല്ലോ BJP വലിയ കൃത്യമായ ഒരു വെട്ടിൽ കേരള ഘടകം വീണതുകൊണ്ടാണ് ശ്രീ സജീവൻ താങ്കൾ പറഞ്ഞതുപോലെ അവർക്ക് ആർക്കും ഈ ചർച്ചയിൽ നിലപാട് പറയാനാവാത്തത്. അവരുടെ അസാന്നിധ്യം യഥാർത്ഥത്തിൽ വീണ്ടും വയൽക്കിളികളും CPM-ഉം തമ്മിൽ വിമർശിക്കപ്പെടുന്നതിൻ്റെ എതിർക്കുന്നതിൻ്റെയും ഒരു തലം കൂടുതലായി രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. തെറ്റുകളുണ്ട്, തെറ്റ് തിരുത്തി വരണം എന്ന് CPM പുതിയ സാഹചര്യത്തിൽ ആവശ്യപ്പെടുമ്പോൾ ശക്തമായി സമരരംഗത്ത് തന്നെയാകും എന്ന് പോലും അതെ സുരേഷ് ആവർത്തിക്കുന്നതും അവിടെയാണ്. ഞാൻ ശ്രീ സജീവൻ, ശ്രീ സുരേഷ്, അതുപോലെ തന്നെ TV രാജേഷ്
പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. സുരേഷ്, നേരത്തെ ടി വി രാജേഷിന്റെ വിമർശനമൊക്കെ താങ്കളുടെ ശ്രദ്ധയിലുണ്ട്. ബി ജെ പിക്ക് ആളെ കൂട്ടിയെന്ന വളരെ ശക്തമായ വിമർശനം ആവർത്തിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ട്, ഇക്കാര്യത്തിൽ ഇപ്പോൾ സി പി എമ്മിനെതിരെ നിശിത വിമർശനവുമായി സമരരംഗത്തേക്ക് വീണ്ടുമെന്ന് പറയുമ്പോൾ പുതിയ സാഹചര്യത്തിൽ ബി ജെ പിയെ കൂടി തുറന്നെതിർത്തുകൊണ്ട് ഈ പിന്തുണ സ്വീകരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന നിലപാട് ബി ജെ പിക്കെതിരെ നിങ്ങൾ സ്വീകരിക്കുമോ? രണ്ട്, ഇക്കാര്യത്തിൽ ഇനി സംസ്ഥാന സർക്കാരിന് എന്തു ചെയ്യാനാകുമെന്നൊരു ചോദ്യമുണ്ട്. ഇതൊരു ദേശീയപാത വികസനമാണ്, NHAI ആണ്, കേന്ദ്ര സർക്കാരാണ്, അവിടെ എല്ലാം പോയി നിങ്ങൾ ചർച്ച ചെയ്തതാണ്. അതെല്ലാം നേരത്തെ രാജേഷ് പറയുന്നുണ്ട്. പലതവണ നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ പല നിലകളിൽ ചർച്ച നടത്തിയ സാഹചര്യമുണ്ട്. ഇതെല്ലാം ഒടുവിലും എത്തി നിൽക്കുന്നത് അവിടെ തന്നെയാണ്. അങ്ങനെ വന്നാൽ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തു ചെയ്യാനാകും എന്നാണ് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാനുള്ളത്, പറയാനുള്ളത്? അതുപോലെ തന്നെ നേരത്തെ ടി വി രാജേഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ കീഴാറ്റൂരിലെ ഭൂവുടമകളിൽ മഹാഭൂരിപക്ഷവും വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് വിട്ടുനിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, പലർക്കും ഈ പദ്ധതി പ്രദേശത്ത് സ്ഥലം പോലുമില്ല എന്ന ആക്ഷേപം, സമരരംഗത്ത് നിൽക്കുന്നവർക്ക് എന്ന ആക്ഷേപം വേറെ. ഈ നിലയിലാണ് കാര്യം നിൽക്കുന്നത്. സുരേഷ്, ഈ രാജേഷിന് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. രാജേഷ് എന്ന ലോക്കൽ കമ്മിറ്റിയിൽ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ഒത്തുതീർന്നു എന്നൊക്കെ പറഞ്ഞ് CPM ഔദ്യോഗികമായ ആൾക്കാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കാര്യം അറിയാം. ഞാൻ രാജേഷിനെ അതിൻ്റെ മുകളിലൊന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ സ്ഥലം വിട്ടുകൊടുക്കാൻ കീഴാറ്റൂരിലെ ഭൂരിപക്ഷ കൃഷിക്കാർ തയ്യാറായി എന്നൊക്കെ പറയുമ്പോൾ ഈ ചാനൽ ചർച്ച കേൾക്കുന്ന കീഴാറ്റൂരുകാരെങ്കിലും മനസ്സിലാക്കും ചരിത്രം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് അതിന്റെ വസ്തുത? അങ്ങനെയാണെങ്കിൽ താങ്കൾ തുറന്നു പറയേണ്ടതാണ്. രാജേഷ് പറയുന്നത് വിശ്വസിക്കും. നിങ്ങളെ ഒന്നും പണ്ടല്ല, രാജേഷ് ഒരു MLA അല്ലേ? ആ MLA പറയും അവിടുത്തെ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസിൽ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് കൊടുത്തവരുടെ പത്രിക എത്രയാണെന്ന് രാജേഷിനോടൊന്ന് പോയി സംഘടിപ്പിക്കാൻ പറയും. അല്ല, ഇക്കാര്യത്തിൽ MLA പോലെ തന്നെ കേരളം ശ്രദ്ധിക്കുന്നതാണ് സമര നേതാവായ താങ്കളുടെ വാക്കുകൾ. ഒരു ചാനൽ ചർച്ചയിൽ തമാശ പറഞ്ഞു പോകേണ്ട ഒരു ഇടമല്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ടി വി രാജേഷിനെ വെല്ലുവിളിക്കുന്നു. കീഴാറ്റൂരിലെ ഭൂരിപക്ഷം കൃഷിക്കാരും, അതെ, അതുകൊണ്ടാണ് ഞാനും പറയുന്നത്, കീഴാറ്റൂരിലെ ഭൂരിപക്ഷം കൃഷിക്കാരും റോഡിന് സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണ് രാജേഷ് പറഞ്ഞാൽ ഈ വയൽക്കിളി പ്രസ്ഥാനം ഞാൻ പിരിച്ചുവിടും. സുരേഷ്, ഈ രാജേഷിന്റെ പാർട്ടിക്കല്ലേ കൃത്യമായ കണക്ക്? രാജേഷ് പറയും കണക്ക്. നിങ്ങൾ എന്തിനാണ് കലക്ടർക്ക് നേരിട്ട് സമ്മതപത്രം നൽകാൻ മാത്രമല്ല ഞങ്ങൾ ഒരു കാലത്തും പറയുന്നേക്കുന്നത് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിൽ ഒരാളധികം. അതെ, രാജേഷ് പറയട്ടെ. അല്ല, ഞാൻ മനസ്സിലാക്കി 56 പേരെ സമ്മതപത്രം കൊടുത്തു എന്നാണ് ഞാൻ വായിച്ചത്. കലക്ടർ ഞാനും അതാണ് ചോദിച്ചത്. മനസ്സിലാക്കേണ്ട ഒരാളല്ല രാജേഷ്. CPIM സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് രാജേഷ്. തമാശയല്ല ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. രാജേഷോട് ഞാൻ കൃത്യമായി പറയുന്നു, താങ്കൾ CPIM സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. തൊട്ടടുത്ത നിയോജക മണ്ഡലത്തിന്റെ ഒരു വക്കിലാണ് കീഴാറ്റൂർ കിടക്കുന്നത്. താങ്കൾ പറയൂ, എത്രയാളാണ് ഇവിടുത്തെ ഭൂരിപക്ഷം? ഞാൻ പറഞ്ഞല്ലോ 56 പേർ എന്ന് വെച്ചാൽ 60-ൽ 56 പേരും സമ്മതപത്രം കൊടുക്കാൻ തയ്യാറാണ്. മാത്രമല്ല, അവിടുത്തെ ആളുകൾക്ക് ഇപ്പൊ മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ സുരേഷ്, ആർക്ക് വേണ്ടിയിട്ട് ഈ വാശി പിടിക്കുന്നത്? പോയിട്ട് 25 ആള് പോലും ഈ ഭൂമി വിട്ടുകൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് രാജേഷിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. കീഴാറ്റൂർ പ്രദേശത്തിനകത്ത് ഈ അതായത് 60 പേര് എത്ര സ്ഥലം എടുക്കാൻ പോകുന്നത്? എത്ര ഏക്കർ സ്ഥലമാണ്? അല്ല, എത്ര ഏക്കർ സ്ഥലം അവിടെ എടുക്കാൻ ഉദ്ദേശിച്ചത് നേരത്തെ? എത്ര ഏക്കർ സ്ഥലം? രാജേഷ് കണക്ക് പറയട്ടെ. അല്ല, എത്ര ഏക്കർ സ്ഥലം? സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. അല്ലല്ല സുരേഷ്, എത്ര ഏക്കർ സ്ഥലമാണ് ഞാൻ ചോദിക്കുന്നത്? ഈ 5.7 കിലോമീറ്ററിൽ എത്ര ഏക്കർ സ്ഥലമാണ് നിർദ്ദിഷ്ട നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി പോയത്? എത്ര ഏക്കർ സ്ഥലം? 70 ഏക്കർ. നിങ്ങൾ പ്രചരിപ്പിച്ചത് നിങ്ങൾ യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതും അതിശോക്തിപരമായ വാർത്തയിലുണ്ടാകുന്നതാണോ? വെറും 5 ഏക്കറാണ്. 5 ഏക്കറാണ് പോയത്. രാജേഷിനോട് ഞാൻ പറഞ്ഞു തരാം. ക്ലിയർ ആയിട്ടത് രാജേഷ്, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കേൾക്കാൻ ശ്രമിക്ക്. ശരി പറയൂ. കേൾക്കാൻ ശ്രമിക്ക്. പറയൂ. കീഴാറ്റൂര്, കൂവോട്, കുറ്റിക്കോല് 3 പ്രദേശം തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയുടെ വയൽ സെക്ടറിൽ 70 ഏക്കർ വയലാണ് പോകുന്നത്. ഈ വയലിന്റെ ആകെ വീതി 90 മീറ്റർ. ഈ വയലിന്റെ നടുവിലൂടെ പോകുന്ന റോഡിന്റെ വീതി 45 മീറ്റർ.
രാജേഷിന് വേണ്ടിക്ക് വരാം, ഞാൻ വിളക്കാം. 45 മീറ്റർ എല്ലായിടത്തും അങ്ങനെയല്ലേ? കുറ്റിക്കോൽ അടങ്ങുന്ന തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലെ വയലിന്റെ നീളം 4.5 കിലോമീറ്റർ. ഈ 4.5 കിലോമീറ്റർ നീളമുള്ള വയലിന്റെ വീതി 90 മീറ്റർ. ഈ 90 മീറ്റർ വീതിയുള്ള വയലിന്റെ നടുവിലൂടെ 45 മീറ്റർ റോഡ് പോകുന്നു. അപ്പോൾ ആകെ പോകുന്നത് 250 ഏക്കർ കൃഷി നഷ്ടപ്പെടുന്നു. 70 ഏക്കർ ഹൈവേ ഏറ്റെടുക്കുന്നു. കൂടുതൽ ജനങ്ങളുടെ അവകാശമായിരുന്നു. BJP-യുടെ വേദിയിൽ കയറി പ്രതിജ്ഞ ചൊല്ലി കൊടുത്ത അവസാനം BJP-ക്കാർ നിങ്ങളെ വഞ്ചിച്ചു. ഇനിയെങ്കിലും നിങ്ങൾ ഈ തെറ്റ് തിരിച്ചറിഞ്ഞ് യാഥാർത്ഥ്യത്തിലേക്ക് ഇതെന്താ നാളെ നമുക്ക് ജീവിക്കുന്നവരാണ്, ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നവരാണ്. നിങ്ങൾ അത് മനസ്സിലാക്ക് സുരേഷ്. നമ്മളൊക്കെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നവരല്ലേ, ഈ നാടുമായിട്ട് ബന്ധമുള്ളവരല്ലേ. രാജേഷ് മണ്ണിൽ ചവിട്ടിയെങ്കിൽ ആ ചവിട്ടിയെ ഗുണം കാണിക്കണം. എന്റെ സുരേഷ് നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? സുരേഷിന്റെ അജണ്ടയുണ്ട്. ഇനിയെങ്കിലും സുരേഷ് നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഈ പറ്റിയ തെറ്റ് ഏറ്റു പറയൂ. നിങ്ങൾ എനിക്ക് അജണ്ടയുണ്ട് രാജേഷ്. ഞാൻ രാവിലെ ഹോട്ടലിൽ പോയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതന്നെ എന്റെ അജണ്ട. നിങ്ങൾ ജീവിച്ചു നമുക്ക് ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പാത്രം കഴിക്കണം. എന്റെ അജണ്ട അത്രയിലും അപ്പുറം അജണ്ടയില്ല. പക്ഷെ ഇതിലൊരു അജണ്ടയുണ്ട്. നിങ്ങളുടെ ഈ പ്രളയം വന്നിട്ട് പോലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ സമരം മോഡി സർക്കാരിനെതിരാണ്. രാജേഷ് വരില്ലല്ലോ. നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. നിങ്ങളുടെ അജണ്ട എന്താണ്? നിങ്ങളുടെ അജണ്ട ആ നാടിന്റെ ആ സമാധാനം എന്നിട്ട് അപ്പവും ചായയൊക്കെ പതപ്പിച്ച് ജനങ്ങൾക്ക് കൊടുക്കണം. 8 രൂപ വാങ്ങിക്കണം, പാല് വാങ്ങിക്കണം. വൈകുന്നേരം ഹോട്ടലടച്ച് കിട്ടുക 500 രൂപ. വ്യക്തിപരമായ നമ്മൾ ഈ നിലയിൽ സംസാരിച്ചു പോയിട്ട് എവിടെയും എത്തില്ല. ഇവിടെ രാജേഷ് പറഞ്ഞ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു MLA ആണല്ലോ. അദ്ദേഹം പറഞ്ഞു 5 ഹെക്ടർ 70 ഏക്കർ അല്ല. ഞാൻ ടിവിയിലല്ലേ പറയുന്നത്. നാളെ സംശയം ഉണ്ടെങ്കിൽ ഇതേ ടിവിയിൽ നമുക്ക് ഡിസ്കഷൻ നടത്താലോ. ശരി സുരേഷ്, 5 ഹെക്ടറാണ് അവിടെ ഏറ്റെടുക്കുന്നത്. സുരേഷ് ഇനി തെറ്റിദ്ധരിപ്പിക്കരുത്. സുരേഷ് അറിയാലോ, നിങ്ങൾ കേരള മറിച്ച് നടത്താൻ തീരുമാനിച്ചതാ BJP-ക്കാരുടെ സഹായത്തോടു കൂടി. BJP-യുടെ കയ്യിലെ കരുവായി കളിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എക്സ്പോസ് ചെയ്യാൻ ഇപ്പോഴത്തെ നടപടി സഹായകരമായി മാറിയിട്ടുണ്ട്. ശരി സുരേഷ്, 5 ഹെക്ടർ 70 ഏക്കർ അല്ല ഏറ്റെടുക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. സുരേഷ്, വയൽ പിന്നെ ഭൂമി ഏറ്റെടുക്കാതെ റോഡ് പറ്റില്ലല്ലോ. വയലിനെ കുറിച്ചാണല്ലോ പ്രിയപ്പെട്ട. അത് മാത്രമല്ല ഒരു കാര്യം അല്ല, 20 ഏക്കറല്ല ഞാൻ പറഞ്ഞത്. തളിപ്പറമ്പ് നഗരസഭയിൽ അവശേഷിക്കുന്ന വയലാണ് കീഴാറ്റൂര് ഈ വയലാണ് കീഴാറ്റൂരാണ് സമരം നടക്കുന്നത്. പക്ഷെ ഈ വയലിന്റെ ആകെ വീതി എന്ന് പറയുന്നത് 90 മീറ്റർ ആണ്. പക്ഷെ സ്ഥലം ഏറ്റെടുത്താൽ 250 ഏക്കർ കൃഷിനിലം നശിക്കും. മാത്രമല്ല ഇതിലൊരു കാര്യം കൂടിയുണ്ട്. ഇതിലെന്താന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന വയഡക്ട് എന്ന ഒരു പൊസിഷൻ നിർമ്മാണ രീതിയാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഫ്ലൈ ഓവർ അല്ല. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഞാൻ ഏറ്റവും അവസാനം മനസ്സിലാക്കിയൊരു കാര്യം ഇതെന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കില്ല, വെള്ളം പോകും. ഏതാണ്ട് റോഡിന്റെ ലെവലിൽ മാറ്റം ഉണ്ടാവില്ല, പക്ഷെ വെള്ളം പോകുന്ന വിധത്തിലാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പരിസ്ഥിതിക്ക് പരമാവധി കോട്ടം തട്ടാത്ത വിധത്തിൽ ഒരു വയഡക്ട് എന്ന നിലയിലാണ് ഇത് നിർമ്മിക്കാൻ. എന്ന് വെച്ചാൽ മറ്റ് ഇതിന്റെ സമീപ പ്രദേശങ്ങളിലെ വയലുകളിൽ വെള്ളം കെട്ടി നിൽക്കില്ല. വയഡക്ട് എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളത്തിന് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ. എന്നാൽ അതോടൊപ്പം ഒരുപാട് കലുങ്കുകൾ ഇതിനകത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ അറിയാം, നമുക്കിപ്പോൾ ഒരു വാശിയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, എലിവേറ്റഡ് പാതയ്ക്ക് വേണ്ടി ജെയിംസ് മാത്യു സബ്മിഷൻ ഉന്നയിച്ചിട്ടും വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അവിടെ BJP-ക്കാരോടൊപ്പം ചെയ്യാൻ സമരം ചെയ്യാനും തയ്യാറായ ആളല്ലേ ഈ പറയുന്ന സുരേഷ് എന്ന് പറയുന്നത്. കേരളത്തിലേക്കല്ലോ സുരേഷ് മാർച്ച് നടത്തുന്നത്. സുരേഷ് അറിയാലോ, സുരേഷ് V. മുരളീധരനോടൊപ്പം ഡൽഹി പോയി ചർച്ച നടത്തിയ ആളല്ലേ. ആ ചർച്ചയ്ക്ക് ശേഷം സുരേഷ് എന്താ മാധ്യമങ്ങളോട് പറഞ്ഞത്? അപ്പോൾ സുരേഷ് ഇനിയെങ്കിലും BJP-യുടെ വഞ്ചന മനസ്സിലാക്കി തനിക്ക് പറ്റിയ തെറ്റ് ജനങ്ങളുടെ മുന്നിൽ ഏറ്റു പറയണം. സുരേഷ് കോപ്പറേറ്റ് അജണ്ടയല്ല. ഇങ്ങനെ കോപ്പറേറ്റ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ രാജേഷ് ആവർത്തിച്ച കാര്യമാണ് ആ വിമർശനം. ഇവിടെ സുരേഷ് 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഏറ്റെടുക്കുന്ന വയലിന്റെ കാര്യത്തിൽ തർക്കമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ വയലുകൾ കൃഷിനാശമില്ലാതെ സംരക്ഷിക്കാനാകുന്ന രീതിയുണ്ട് എന്ന് രാജേഷ് പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പ്രളയത്തിൽ ഹലോ കേൾക്കാം, പറയൂ. കട്ടായിട്ടുണ്ട്. ഇല്ല, പറയൂ, കേൾക്കാം. ഹലോ,
ഈ രാജേഷ് പറയുന്ന പ്രൊജക്റ്റുകളും മറ്റുള്ള സാങ്കേതിക അർത്ഥങ്ങളൊക്കെ എറണാകുളത്തിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മളെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, പ്രളയം വന്നപ്പോൾ അവിടെ എങ്ങനെ മൂടിപ്പോയത്? കൊച്ചി എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ വിഖ്യാതമായ ഒരു നഗരസഭയുടെ പ്ലാനിങ്ങും വിദഗ്ധന്മാരും ഒക്കെ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ മുങ്ങിപ്പോയത്? ഈ പ്ലാൻ എങ്ങനെ എവിടെയാണ് പോയത്? രാജേഷ് അത് പ്ലാനൊക്കെ പഠിച്ചു. ഓരോ മിനിറ്റ് നേരവും രാജേഷ് ഞങ്ങളെ പറയുമ്പോ ഞാൻ എനിക്ക് ചോദിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയൂ. അല്ല രാജേഷ്, ഞാൻ നിങ്ങളോട് ചോദിക്കാനുള്ള കേരളത്തിൽ 1 കോടി 10 ലക്ഷം വാഹനങ്ങളിൽ 65 അല്ല, ലക്ഷം എനിക്ക് നിങ്ങളോട് ഞങ്ങളെ കാണിക്കണ്ട. ഞാൻ രാജേഷിനോട് ചോദിക്കാൻ ഒരേ ഒരു ചോദ്യം, പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ പോന്നു, നിതിൻ ഗഡ്കരിയോടത്ത് പിണറായി വിജയൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. ഞങ്ങൾ സംഖ്യ എന്ന് പറയുന്നുണ്ടോ സുരേഷ്? അതുകൊണ്ട് രാജേഷ് ബി ജെ പി ആക്കിയാൽ അതിനപ്പുറത്ത് ആള് ബി ജെ പി ആക്കിയാൽ ഞങ്ങൾ ബി ജെ പി ആകില്ല. രാജേഷിനെ കാട്ടി കുറച്ച് മുതിർന്ന ആൾ തന്നെയാണ് ഞാൻ. ഏതായാലും സമര രംഗത്തേക്ക് തന്നെയാണ് നിങ്ങൾ. ആ സമരത്തിൽ ആരുടെയൊക്കെ പിന്തുണ തേടും, അല്ലെങ്കിൽ ആരുടെ പിന്തുണ, ഏത് പിന്തുണയും സ്വീകരിക്കുമെന്ന് ബി ജെ പി അടക്കം ഇനി ഒരു നിലപാട് സ്വീകരിക്കാനാവുമോ? ഞാൻ ചോദിക്കട്ടെ, ഇതുവരെയായിട്ട് ബി ജെ പി ഒരു വാക്കിനെങ്കിലും വിമർശിക്കാൻ തയ്യാറായോ അദ്ദേഹം? അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ബി ജെ പിയുടെ പിന്തുണ ഇനി ആവശ്യമില്ല. അത് പറ, ഒന്ന് ഒച്ചത് പറ. ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞല്ലോ ബി ജെ പിയുടെ പിന്തുണ ആവശ്യമില്ല. മോഡി ഗവൺമെന്റ് ആണ് നോട്ടിഫിക്കേഷൻ ഇട്ടത്. ആ നോട്ടിഫിക്കേഷനെതിരായി ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ സഖാക്കൾ പന്തൽ കത്തിക്കാൻ ഇനിയും വരുമോ എന്ന ഒരൊറ്റ ചോദ്യമാണ് എനിക്ക് രാജേഷിനോട് ചോദിക്കാനുള്ളത്. ശരി, എനിക്ക് സുരേഷിനോട് ചോദിക്കാനുള്ളത്, സുരേഷ് പറഞ്ഞ അലൈൻമെന്റ് മാറ്റിയാൽ ഒന്നിടിക്കാതെ മണ്ണെടുക്കാതെ വയൽ നികത്താതെ റോഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ശരി, ഇവിടെ അതൊരു വലിയ ചർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഇത് ഇവിടെ മാത്രം തീരില്ല. ശ്രീ സജീവൻ, ഇത് ഈ നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇതിന്റെ മുന്നോട്ട് പോക്ക് ഏത് തരത്തിലാവും സംഭവിക്കുക? ഈ പറയുന്ന ഭിന്നത പ്രകടമാണ്. ഇപ്പോൾ ബി ജെ പി താങ്കൾ പറഞ്ഞ പോലെ വെട്ടിലാകുമ്പോഴും നിശബ്ദമായി മാറി നിൽക്കുന്നു. ഈ ഇരു കൂട്ടരും തമ്മിലുള്ള ഭിന്നത വർദ്ധിക്കുകയും ചെയ്യുന്നു. അല്ല, ഈ ഭിന്നതയിലൊരു മാറ്റം വരാൻ പോകുന്നില്ല. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ദേശീയപാത അതോറിറ്റി കൃത്യമായിട്ടും ഈ അലൈൻമെന്റിൽ മാറ്റമില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവരിത് മാറ്റിയിട്ട് എത്ര ചർച്ച സുരേഷും രാജേഷും മറ്റുള്ള ആളുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ പോലും ആ അലൈൻമെന്റിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ദേശീയപാത അതോറിറ്റി ഇവിടെ റോഡിന് വേണ്ടി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ മാത്രമേ പോകൂ. അപ്പോൾ അതിന് സർക്കാർ, ഇപ്പോൾ നേരത്തെ താങ്കൾ ചോദിച്ചില്ല സുരേഷിനോട്, സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? സംസ്ഥാന സർക്കാരിന് ഈ അലൈൻമെന്റ് മാറ്റാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഈ അലൈൻമെന്റിൽ തന്നെ, അതിപ്പോൾ നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ ഈ പരമാവധി ഈ പരിസ്ഥിതിയെ കോട്ടം തട്ടാത്ത രൂപത്തിലുള്ള ഒരു നിർമ്മാണ രീതിയിലേക്ക് പോയാൽ അതായിരിക്കും സൗകര്യം. എന്തായാലും ദേശീയപാത വേണമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ ഇത് 45 മീറ്റർ അതിൽ കുറയ്ക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് പോയാൽ തീരും. അല്ലെങ്കിൽ ഈ സമരമായിട്ട് പോകും. അതിൽ ബി ജെ പിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കുറെ കഴിയുമ്പോൾ ഇത് മാറിപ്പോകുന്നൊരവസ്ഥ വരും. സമരത്തിന് പൂർണ്ണമായിട്ട് വിജയത്തിലേക്ക് എത്താൻ ഉള്ള സാധ്യത കുറവാണ്. കാരണം ഇത് ഉണ്ടാക്കണം, ദേശീയപാത വേണം എന്നുള്ളതിൽ അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകൾ കുറവായിരിക്കും. അപ്പോൾ ഒരു പ്രശ്നം. പക്ഷേ അതേസമയത്ത് സുരേഷൊക്കെ പറയുന്ന ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് കുന്നും മലയൊക്കെ ഇടിച്ചിടിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്, വയലുകൾ നികത്തിക്കൊണ്ടിരിക്കുകയാണ്, തണ്ണീർത്തടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ അലൈൻമെന്റ് മാറില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പൊതുവിൽ ചർച്ചയിൽ വന്നതുപോലെ ആ അലൈൻമെന്റ് മാറില്ല എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പ്രളയാനന്തര കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എത്രമാത്രം ഈ വിഷയത്തെ, ഈ പ്രശ്നത്തെ കൂടുതൽ സമഗ്രമായി, സമ്പൂർണ്ണമായി, വലിയ തർക്കങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നത് തന്നെയാണ് ഉയരുന്ന പ്രശ്നം. ഏതായാലും ഈ വിഷയത്തിന്റെ നെല്ലും പതിരും തിരിച്ചറിയാൻ പോകുന്ന കാലത്തിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരമൊരു സവിശേഷമായ ഘട്ടത്തിലേക്ക് ഈ പ്രശ്നം കടന്നിരിക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാർ അന്തിമ വിജ്ഞാപനം
പഴയപടി തന്നെ അതേ അലൈൻമെൻറ്റ് നിർത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. BJP സംസ്ഥാന നേതൃത്വം എടുത്ത എല്ലാ ശ്രമങ്ങൾക്കും ഒരു പരിഹാരവും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. വയൽക്കിളികളുടെ ആവശ്യം അംഗീകരിക്കും മട്ടിൽ അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വയൽക്കിളികളെ BJP പറഞ്ഞു പറ്റിച്ചോ? അതെ എന്നാണ് 89% ആളുകളും FB പോളിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. 11% പേർ വ്യത്യസ്തമായ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോഴും BJP നേതൃത്വം, കേരള നേതൃത്വം, പ്രസിഡന്റ് അടക്കമുള്ളവർ തികഞ്ഞ നിശബ്ദതയിലാണ്. വളരെയധികം നന്ദി TV രാജേഷ്, സുരേഷ് കീഴാറ്റൂർ, അതുപോലെ ജെയിംസ് മാത്യു MLA, ശ്രീ A. സജീവൻ ഞങ്ങളുമായി സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കും.